ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു പ്രിയ മൊമെന്റ്സ്. ഇന്ന് ഒരു പ്രത്യേകതയുള്ള വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പഠിക്കാനുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് എക്സാമിനേഷന് വേണ്ടി മാത്രമല്ല, നമ്മളുടെ നിത്യജീവിതത്തിലേക്കും ഉപകാരപ്രദമായ ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്താണെന്നല്ലേ, ഗ്രാമർ. ഗ്രാമർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഈ ഗ്രാമർ എന്ന് കേൾക്കുമ്പോൾ ഈ അനാവശ്യ പേടി. മലയാളത്തിനുമുണ്ട് ഗ്രാമർ, വ്യാകരണം. നമ്മളാരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടാണോ ഡെയിലി നമ്മൾ സംസാരിക്കുന്നതും അതുപോലെ എഴുത്തുകുത്തുകൾ നടത്തുന്നതും? അതോ കഥയോ കവിതയോ അല്ലെങ്കിൽ ലെറ്ററോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഗ്രാമർ ശ്രദ്ധിച്ചുകൊണ്ടൊന്നുമല്ല ചെയ്യുന്നത്. ഗ്രാമറിൻ്റെ റൂൾസ് അറിഞ്ഞതുകൊണ്ടുമല്ല ചെയ്യുന്നത്. അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് വരുന്നതാണ്. അത്രയേ ഉള്ളൂ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ. നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറഞ്ഞ് പേടിക്കുന്നത് സത്യമായിട്ടും അതിലെന്തൊക്കെയോ കുറേ റൂൾസൊക്കെ ഉള്ളത് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചത് കൊണ്ടാണ്. നമുക്കിപ്പോൾ അങ്ങനെ റൂൾസ് ആയിട്ടൊന്നും നമുക്ക് വലിയ കാര്യത്തിൽ നോക്കണ്ട. നമുക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാം. നിങ്ങളുടെ എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ക്വസ്റ്റ്യൻ വന്നാൽ മിക്കവാറും എല്ലാ കുട്ടികളും, ഒരു 75% കുട്ടികളും ആ ക്വസ്റ്റ്യൻ അങ്ങനെ സൗകര്യപൂർവ്വം വിടുകയാണ് ചെയ്യാറ്. അങ്ങനെ വിട്ട് കളയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. 2 മാർക്കോ ചിലപ്പോൾ 4 മാർക്കിനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ഇത് വരുന്നത്. എന്തിനാണ് നമ്മൾ ആ മാർക്ക് വെറുതെ കളയുന്നത്? വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ അങ്ങനെ പേടിച്ച് ആദ്യം തന്നെ ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വലിയ റൂൾസ് ആയിട്ടൊന്നുമല്ല, നമുക്ക് പറ്റുന്ന രീതിയിൽ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ചുരുക്കി പറയാം. കേട്ടല്ലോ? റിപ്പോർട്ടഡ് സ്പീച്ച് നമുക്ക് വേറൊരു പേര് റിപ്പോർട്ടഡ് സ്പീച്ച് എന്നുള്ളത് തന്നെ ഇൻഡയറക്റ്റ് സ്പീച്ച്. ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച്. ഒരാൾ മറ്റൊരാളോട് നേരിട്ട് പറയുന്നത് ഡയറക്റ്റ് സ്പീച്ച്. അത് വേറൊരാൾ മറ്റൊരാൾക്ക് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ച്. അത് നമ്മളുടെ ഡെയിലി ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു സംഭവം കൂടിയാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എഴുതുന്ന സമയത്ത് ഡയറക്റ്റ് സ്പീച്ച് നമ്മൾ എഴുതുമ്പോൾ അതിൽ കൊട്ടേഷൻ മാർക്സ് ഉണ്ടാവും, ഇല്ലേ? ഇൻവേർട്ടഡ് കോമയുടെ ഉള്ളിലായിരിക്കും എഴുതുക. അതായത് രാജു സെറ്റ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ കാര്യം കൊട്ടേഷൻ മാർക്കിൻ്റെ ഉള്ളിൽ എഴുതും. നമ്മൾ ഫസ്റ്റത്തെ ഒരു റൂൾ എന്ന് പറഞ്ഞാൽ, റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ റൂൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ റിപ്പോർട്ട് ചെയ്ത് എഴുതുന്ന സെൻറ്റൻസിന് കൊട്ടേഷൻ മാർക്സ് ഉണ്ടായിരിക്കുന്നതല്ല. അത് ആദ്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു റൂൾ നിങ്ങൾ പഠിച്ചു, റിപ്പോർട്ട് ചെയ്ത് എഴുതുമ്പോൾ കൊട്ടേഷൻ മാർക്ക് വേണ്ട. ഇനി ഒരു 3 സ്റ്റെപ്സ് റൂൾ മാത്രമാണ് റിപ്പോർട്ടഡ് സ്പീച്ചിന് ഉള്ളത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഫസ്റ്റ് വൺ, ചേഞ്ച് ദ പ്രനൗൺ. പ്രനൗൺ ചേഞ്ച് ചെയ്യണം. അതായത് ഐ എന്നുള്ളത് ഹീനോ ഷീനോ ഒക്കെ ആക്കേണ്ടി വരും. അങ്ങനെ വി എന്നുള്ളത് ദേ ആക്കേണ്ടി വരും. അതൊക്കെ നമ്മൾ യുക്തി ഉപയോഗിച്ച്, നമ്മുടെ ലോജിക് ഉപയോഗിച്ച് പ്രനൗൺസ് ചേഞ്ച് ചെയ്യണം. അതാണ് ഫസ്റ്റ് റൂൾ. അപ്പോൾ എന്താ ഫസ്റ്റ് റൂൾ? ചേഞ്ച് ദ പ്രനൗൺ. സെക്കൻഡ് റൂൾ ഈസ് ബാക്ക് ഷിഫ്റ്റ് ദ ടെൻസ്. അതിലുള്ള ടെൻസ്, അതിലെ വെർബിൻ്റെ ടെൻസ് നമ്മൾ ബാക്ക് ഷിഫ്റ്റ് ചെയ്യും. ബാക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ തൊട്ട് പുറകിലേക്ക് കൊണ്ടുവരും. അതെങ്ങനെയെന്ന് നമുക്ക് എക്സാമ്പിൾസിലൂടെ മനസ്സിലാക്കാം. തേർഡ് വൺ, ചേഞ്ച് ദ ടൈം ആൻഡ് പ്ലേസ് എക്സ്പ്രഷൻ. തന്നിട്ടുള്ള ഡയറക്റ്റ് സ്പീച്ചിൽ തന്നിട്ടുള്ള സെൻറ്റൻസിൻ്റെ ടൈമും പ്ലേസും സൂചിപ്പിക്കുന്ന എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ ചെറുതായിട്ട് മാറ്റും. അപ്പം 3 മാറ്റങ്ങളാണ് വരുത്താനുള്ളത്. ഒന്ന് കൊട്ടേഷൻ മാർക്ക് ഒഴിവാക്കുക എന്നുള്ളത് പറഞ്ഞു, അതാ ഒരു റൂള് ഉണ്ട്. പിന്നെ 3 സ്റ്റെപ്സ് റൂൾസ് എന്നുള്ളതിൽ ചേഞ്ച് ദ പ്രനൗൺ, ബാക്ക് ഷിഫ്റ്റ് ദ ടെൻസ് ആൻഡ് ചേഞ്ച് ദ ടൈം ആൻഡ് പ്ലേസ് എക്സ്പ്രഷൻ. ക്ലിയർ ആയല്ലോ? ഈ 3 മാറ്റങ്ങൾ മാത്രം വരുത്തിയാൽ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് ചെയ്യാം. നമുക്ക് ഓരോ എക്സാമ്പിൾസ് ആയിട്ട് നോക്കാം. അതാണ് എളുപ്പം. എപ്പോഴും എക്സാമ്പിൾസിലൂടെ പഠിക്കുന്നതാണ് എളുപ്പം. ഒരു സെൻറ്റൻസ് ഡയറക്റ്റ് സ്പീച്ചിലുള്ളത്, റിന്യൂ സെറ്റ് ഐ ഡ്രിങ്ക് മിൽക്ക് എവറി മോർണിംഗ്. കുറച്ച് സമയം തരാം, അതെങ്ങനെയാണ് നിങ്ങളൊന്ന് റിപ്പോർട്ട് ചെയ്യും? യെസ്, റിന്യൂ സെറ്റ് ദാറ്റ്. നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ ദാറ്റ് എന്നുള്ള ഒരു
വേർഡ് കൂടി നമ്മൾ ചേർക്കുന്നു. അപ്പോൾ നേരത്തെ റിനു സെറ്റ് ഐ ഡ്രിങ്ക് മിൽക്ക് എവറി മോർണിംഗ് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്തപ്പോൾ റിനു സെറ്റ് ദാറ്റ് എന്നാക്കി. അത്ര എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. ഇനി ഐ എന്നുള്ള, അപ്പോൾ നമ്മളിവിടെ ഇത്രയും വരെ ഭാഗം റിപ്പോർട്ട് ചെയ്തപ്പോൾ ശരിയാക്കി, റിനു സെറ്റ് ദാറ്റ് എന്നാക്കി. ഇനി ഐ എന്നുള്ള പ്രൊനൗൺ ആണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഐ എന്നുള്ളത് എന്താക്കി മാറ്റണം? ഷീ എന്നാക്കി മാറ്റണം. റിനു ഗേൾ ആയതുകൊണ്ട് നമ്മൾ ഷീ എന്ന് വെച്ചു. ഇനി അവിടെ ഒരു ബോയ് ആയിരുന്നെങ്കിൽ ഹീ എന്ന് വെച്ചേനെ. അപ്പോൾ ഷീ. ഇനി ഡ്രിങ്ക് എന്നുള്ളതിനെ ടെൻസ് ബാക്ക് ഷിഫ്റ്റ് ചെയ്യണം, ഡ്രാങ്ക് എന്നാക്കി. മനസ്സിലായില്ലേ? അപ്പോൾ ഷീ ഡ്രാങ്ക് മിൽക്ക് എവറി മോർണിംഗ്. ഇവിടെ ടൈം ആൻഡ് പ്ലേസ് എക്സ്പ്രഷൻ ഇല്ലാത്തതുകൊണ്ട് അത് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രൊനൗൺ ചേഞ്ച് ചെയ്ത് ഐ എന്നുള്ളത് ഷീനാക്കി, ഡ്രിങ്ക് എന്നുള്ളത് ഡ്രാങ്ക് എന്നാക്കി. അപ്പോൾ ഇവിടെ ബാക്ക് ഷിഫ്റ്റ്, ടെൻസ് ബാക്ക് ഷിഫ്റ്റ് ചെയ്തത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉള്ളതിനെ നമ്മൾ നേരെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റി. പ്രൊനൗൺ ഐ ഷീ ആയി, സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഡ്രിങ്ക്, സിമ്പിൾ പാസ്റ്റിലുള്ള ഡ്രാങ്ക് എന്നായി. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത സെന്റൻസിലേക്ക് പോവാം. നെക്സ്റ്റ് സെന്റൻസ്, നിവേദ് സെറ്റ് ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ്. ഡയറക്റ്റ് സ്പീച്ചിൽ നിവേദ് സെറ്റ് ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ്. അപ്പോൾ ഇവിടെ എങ്ങനെ നമ്മൾ മാറ്റും? ഒന്ന് എഴുതി നോക്കൂ. ഓക്കെ, നിവേദ് സെറ്റ് ദാറ്റ്, അതെല്ലാവർക്കും വന്നിട്ടുണ്ടാവും. ഇനി ഐ എന്നുള്ളത് എന്താക്കണം? ഹി. ഐ എന്നുള്ളത് ഹി. അപ്പോൾ പ്രൊനൗൺ മാറ്റി. ഇനി ഐ ആം എന്നുള്ളത് നമ്മൾ ബാക്ക് ഷിഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു, ടെൻസ് ബാക്ക് ഷിഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. ഹി വാസ്. ആമിൻ്റെയും ഇസിൻ്റെയും പാസ്റ്റ് ടെൻസ് ഫോമാണ് വാസ്. അതെല്ലാവർക്കും അറിയാലോ. ഇസിൻ്റെയും പാസ്റ്റ് ടെൻസ് ഫോമാണ് വാസ്. ഓക്കെ, അപ്പോൾ ഐ ആം എന്നുള്ളത് ഹി വാസ് ലേണിംഗ് ഇംഗ്ലീഷ്. സോ സിമ്പിൾ. അപ്പോൾ ഇവിടെയും ടൈമിൻ്റെ പ്ലേസ് എക്സ്പ്രഷൻ ഇല്ലാത്തതുകൊണ്ട് അത് മാറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രൊനൗണും ബാക്ക് ഷിഫ്റ്റ് ഓഫ് ദ ടെൻസും ചെയ്തിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് തേർഡ് സെൻറ്റൻസ്. ഡയറക്റ്റ് സ്പീച്ചിൽ മൈ സിസ്റ്റർ ഈസ് കമ്മിങ് നെക്സ്റ്റ് വീക്ക് ഷീ സെറ്റ്. റിപ്പോർട്ട് ചെയ്ത് നോക്കൂ. ഷീ സെറ്റ് ദാറ്റ്. മൈ സിസ്റ്റർ എന്നുള്ളത് എന്താക്കണം? ഹർ സിസ്റ്റർ. ഹർ സിസ്റ്റർ വാസ് കമ്മിങ് ദ ഫോളോവിങ് വീക്ക്. ഇവിടെ മൈ എന്നുള്ള പ്രൊനൗൺ ഹറാക്കി, ഇസ് എന്ന് പറയുന്ന ഷിഫ്റ്റ് ബാക്ക് ഇസ് എന്ന് പറയുന്ന ടെൻസ് ബാക്ക് ഷിഫ്റ്റ് ചെയ്തു, വാസ് ആക്കി. ഇനി അടുത്തത് ഇവിടെ ടൈം ആൻഡ് പ്ലേസ് എക്സ്പ്രഷൻ ഉണ്ട്, ടൈം എക്സ്പ്രഷൻ ഉണ്ട്. നെക്സ്റ്റ് വീക്ക് എന്നുള്ളത്, നെക്സ്റ്റ് വീക്ക് എന്നുള്ളത് ദ ഫോളോവിങ് വീക്ക് എന്ന് ആക്കി മാറ്റണം. അപ്പം ഇവിടെ 3 ചേഞ്ചും നമ്മൾ പറഞ്ഞ 3 സ്റ്റെപ്പ് റൂൾസും നമ്മളിവിടെ ചെയ്തു. അതായത് ചേഞ്ച് ദ പ്രൊനൗൺ, ബാക്ക് ഷിഫ്റ്റ് ടെൻസ് ആൻഡ് ദെൻ ചേഞ്ച് ദ ടൈം ആൻഡ് പ്ലേസ് എക്സ്പ്രഷൻ, അതും ചെയ്തിരിക്കുന്നു. ഓക്കെ, നൗ ഫോർത്ത് വൺ. ഐ ക്വിറ്റ് മൈ ജോബ് a week ago. I quit my job a week ago. He confessed to his mother. Direct speech. Okay, report to you. He confessed to his mother that, അത്ര എല്ലാവരും എഴുതിയല്ലോ. He confessed to his mother that. I quit എന്നുള്ളത് I he നാക്കി. Quit is past tense, simple past. So we are changing it into had quit. He had quit my job എന്നുള്ളത് his job a week before. He confessed to his mother that he had quit his job a week before. So here the verb back shift of the tense is simple past is changed to past perfect tense. So pronouns are also changed and simple past is changed to past perfect tense while reporting. Okay, now the next sentence in direct speech. Nitya didn't come to class yesterday. The teacher told me. Okay, change it to indirect speech. The teacher told me that Nitya hadn't come to class the previous day. Here it is simple past negative. Simple past negative is converted to past perfect tense negative. Nitya didn't come, changed to hadn't come.
Okay. Yesterday is changed to the previous day. So everything is changed. The tense back shift is done. Pronoun is changed. And the expression of time is also changed in this sentence. You have to do it yourself. Otherwise you won't be getting. ഞാൻ പറയുന്ന ആൻസറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട. നിങ്ങൾ ഞാൻ ചെയ്യുന്ന സമയത്ത് വീഡിയോ പോസ് ചെയ്ത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് അല്ലെങ്കിൽ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് എഴുതി നോക്കണം. എന്നിട്ട് വേണം ചെക്ക് ചെയ്യാൻ. എന്നാലേ ഈ വീഡിയോ കൊണ്ട് ഉപകാരം ഉണ്ടാവുകയുള്ളൂ. നെക്സ്റ്റ് 6th സെൻറ്റൻസ്. Renu told his brother, I was watching TV. Okay, change it. Renu told his brother that she had been watching TV. She had been watching TV. I is changed to she. Was watching is changed to had been watching. That is, here past continuous tense is changed to past perfect continuous tense. എല്ലാം അതിൻ്റെ തന്നെ ഇതിലേക്കാണ് മാറ്റുന്നത്. അത് എപ്പോഴും ശ്രദ്ധിക്കുക. സിമ്പിൾ പ്രസൻറ്റിലുള്ളത് സിമ്പിൾ പാസ്റ്റ് ആവും, സിമ്പിൾ പാസ്റ്റിലുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാവും, പാസ്റ്റ് കണ്ടിന്യൂവസ് ടെൻസിലുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂവസ് ടെൻസിലാവും. അങ്ങനെ ഓരോ സെൻറ്റൻസിൽ നിന്നും നിങ്ങൾക്ക് അതിൻ്റെ ബാക്ക് ഷിഫ്റ്റ്, അതാണ് ബാക്ക് ഷിഫ്റ്റ് ഓഫ് ദ ടെൻസ് എന്ന് പറയുന്നത്. തൊട്ട് അതിൻ്റെ ഇതിൽ ആണ് ബാക്ക് ഷിഫ്റ്റ് അടിച്ചാണ് ടെൻസ് മാറുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെൻറ്റൻസ്. Direct speech. I have seen the movie twice already. I explained. Okay, try to change it into indirect speech. I explained that I had seen the movie twice already. Here, I have is in present perfect tense and it's changed into past perfect tense, that is I had seen. Have seen is changed to had seen. Here no need of changing the pronoun because I have seen the movie twice already. I explained. അങ്ങനെയാണ്. സോ അത് നമുക്ക് ആ രീതിയിൽ തന്നെ എഴുതാം. I explained that I had seen the movie twice already. ഇവിടെ I തന്നെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. സോ just you change the back shift the tense only. Present perfect tense is changed to past perfect tense. Okay, now next one, next sentence. We have been waiting for more than 2 hours. They complained. Okay, they complained that they had been waiting for more than 2 hours. They had been. We have been waiting. No, we is changed to they and have been is changed to had been. Okay, I think you understood. That is, present perfect continuous tense is directly changed to past perfect continuous tense. Present perfect continuous tense is changed to past perfect continuous tense. Okay, now next sentence, direct speech. I will bring you the book. He promised. Sorry. I will bring you the book tomorrow. He promised. Okay. Try to do it. He promised that he would bring the book the next day. He promised that he would. I is changed to he, will is changed to would. Bring the book the next day. Tomorrow is changed to the next day. So will is changed to would. Tomorrow to the next day or the following day. Next day അല്ലെങ്കിൽ following day എന്നും ഉപയോഗിക്കാം. അതായത് tomorrow എന്നുള്ളത്. ഓക്കെ, അപ്പോൾ will എന്നുള്ളത് would എന്നായി. നെക്സ്റ്റ് സെൻറ്റൻസ്. I would like to buy this ring, she told. Okay, she told that she would like to buy that ring. Already past tense la kadakana, so no back shift is needed. I would എന്നുള്ളത് she would എന്നാക്കി എന്ന് മാത്രം. would എന്നുള്ളത് വീണ്ടും
ചേഞ്ച് ചെയ്യേണ്ട. വിൽ എന്നാണെങ്കിൽ വുഡ് എന്നാക്കണം. പക്ഷെ വുഡ് എന്നാണ് ഡയറക്റ്റ് സ്പീച്ചിലുള്ളെങ്കിൽ നോ ചേഞ്ചസ് നീഡഡ്. ഓക്കെ, ഇനി ഇവിടെ ചേഞ്ച് ഉള്ളത് ദിസ് റിംഗ് എന്നുള്ളത് മാറ്റിയിട്ട് ദ റിംഗ് ഓർ ദാറ്റ് റിംഗ്. ഷീ ടോൾഡ് ദാറ്റ് ഷീ വുഡ് ലൈക്ക് ടു ബൈ ദ റിംഗ് ഓർ ഷീ ടോൾഡ് ദാറ്റ് ഷീ വുഡ് ലൈക്ക് ടു ബൈ ദാറ്റ് റിംഗ്. ഡയറക്റ്റ് സ്പീച്ചിൽ ബൈ ദിസ് റിംഗ് എന്നുള്ളത് ബൈ ദ റിംഗ് എന്നാക്കാം, അല്ലെങ്കിൽ ബൈ ദാറ്റ് റിംഗ് എന്നാക്കാം. അപ്പോൾ വുഡ് എന്നുള്ളതിന് ചേഞ്ച് ഉണ്ടാവില്ല. ദിസ് എന്നുള്ളത് ഡയറക്റ്റ് സ്പീച്ചിൽ ദിസ് എന്നുള്ളത് ദ അല്ലെങ്കിൽ ദാറ്റ് എന്നാക്കി മാറുന്നു. അതാണ് അവിടുത്തെ ചേഞ്ച്. നെക്സ്റ്റ് വൺ, ദ ഗേൾ സെഡ് മൈ ഫ്രണ്ട് ആൻഡ് ഐ ആർ ഗോയിങ് ഫോർ എ മൂവി ടുനൈറ്റ്. ഓക്കെ, ഡു ഇറ്റ്. The girl said that she and her friend were going for a movie that night. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, the girl said that ഇവിടെ നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിൽ മൈ ഫ്രണ്ട് ആൻഡ് ഐ എന്നാണ്. അത് നമ്മൾ നേരെ തിരിച്ചിടണം. ഐ എന്നുള്ള പ്രൊനൗൺ നമ്മൾ ആദ്യം ഇടണം. അതായത് ഐ എന്നുള്ളതിനെ എങ്ങനെ ചേഞ്ച് ചെയ്യണം? ഷീ എന്നാക്കണം. ആൻഡ് ഹർ ഫ്രണ്ട്, അങ്ങനെയാണ് അതിൻ്റെ രീതി. പ്രൊനൗൺ എപ്പോഴും ആദ്യം വരണം ഇൻഡയറക്റ്റ് സ്പീച്ചിൽ. മനസ്സിലായോ? അപ്പോൾ ഷീ ആൻഡ് ഹർ ഫ്രണ്ട് എന്നാക്കി. പിന്നെ ആർ ഗോയിങ് എന്നുള്ളതിന് ആറിൻ്റെ പാസ്റ്റ് ടെൻസ് വേർ ഗോയിങ് ഫോർ എ മൂവി. പിന്നെ ടു നൈറ്റ് എന്നുള്ളത് ദാറ്റ് നൈറ്റ് എന്നാക്കി മാറ്റണം. ടു നൈറ്റ് അല്ലെങ്കിൽ ദിസ് നൈറ്റ് എന്നൊക്കെ ഉള്ളത് നമ്മൾ ദാറ്റ് എന്നാക്കി മാറ്റും. അപ്പോൾ പ്രൊനൗൺ ചേഞ്ച് വന്നിട്ടുണ്ട്. പ്രൊനൗൺസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. ആമും ഇസുമാണെങ്കിൽ വാസ് എന്നാക്കും, ആറാണെങ്കിൽ വേർ എന്നാക്കും. ടു നൈറ്റിനുള്ളത് ദാറ്റ് നൈറ്റ് എന്നാക്കി. ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ്. ഐ ക്യാൻ സ്പീക്ക് 5 languages, Kiran boasted. Try to do it. Kiran boasted that he could speak 5 languages. I is changed to he, can is changed to could. Okay. Will, would have, can, could have. Next sentence. Sheila said, we may go to Bangalore on vacation. Sheila said that, അതെല്ലാവർക്കും കറക്റ്റ് ആയിട്ടുണ്ടല്ലോ. They might go to Bangalore on vacation. പ്രൊനൗൺ എന്ത് ചേഞ്ച് ആയി? ബി എന്നുള്ള പ്രൊനൗൺ ദേനായി. മേ എന്നുള്ളത് മൈറ്റ് ആയി. അപ്പം മേ മൈറ്റ് ആവും. അപ്പം ക്യാൻ എന്നുള്ളത് കുഡ് ആവും, വിൽ എന്നുള്ളത് വുഡ് ആവും, മേ എന്നുള്ളത് മൈറ്റ് ആവും. പാസ്റ്റ് ടെൻസിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പം നമ്മൾ ആ 3 റൂള് തന്നെയാണ് ഇപ്പം എല്ലാ സെൻറ്റൻസിലും ഫോളോ ചെയ്ത് വരുന്നത്. 3 റൂളല്ല, 3 സ്റ്റെപ്സ്. അതായത് പ്രൊനൗൺ ചേഞ്ച്, ബാക്ക് ഷിഫ്റ്റ് ഓഫ് ദ ടെൻസ് ആൻഡ് ദെൻ ചേഞ്ചിങ് ദ എക്സ്പ്രഷൻ ഓഫ് ടൈം ആൻഡ് പ്ലേസ്. അതെല്ലാവരുടെയും വേണ്ടി വരുന്നില്ല, വേണ്ടി വരുന്നിടത്ത് അത് ചെയ്യുന്നു. ഓക്കെ, കൊട്ടേഷൻ മാർക്ക് ഒഴിവാക്കണം എന്നുള്ളത് മറക്കണ്ട. നൗ നെക്സ്റ്റ് സെന്റൻസ്, ഡയറക്റ്റ് സ്പീച്ച്. ഹിസ് ടീച്ചർ ടോൾഡ് ഹിം യു മസ്റ്റ് ഒബേ ദ സ്കൂൾ റൂൾസ്. His teacher told him that he must obey or he had to obey the school rules. അതായത് മസ്റ്റ് എന്നുള്ളതിനെ നമുക്ക് മസ്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഹാഡ് ടു എന്നാക്കണം. ഇറ്റ്സ് ബെറ്റർ ടു ചേഞ്ച് ടു ഹാഡ് ടു. ടീച്ചർ ടോൾഡ് ഹിം ദാറ്റ് യു എന്നുള്ളത് ഹീനാക്കി. മസ്റ്റ് ഒബേ എന്നുള്ളതിന് നമ്മൾ ഹാഡ് ടു ഒബേ ദ സ്കൂൾ റൂൾസ് എന്ന് മാറ്റുന്നു. ഇനിയിപ്പോൾ മസ്റ്റിൻറ്റ് എന്നുള്ള നെഗറ്റീവ് ഫോം ആണെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പാടില്ല, അങ്ങനെ തന്നെ വെക്കണം. മസ്റ്റിൻറ്റ് തന്നെയാണ് എഴുതുക. മസ്റ്റ് എന്നുള്ളതിനെ ഹാഡ് ടു എന്നാക്കാം, പക്ഷെ മസ്റ്റിൻറ്റ് എന്നാണെങ്കിൽ യു ഹാവ് ടു കീപ് ദ സെയിം. നെക്സ്റ്റ് സെൻറ്റൻസ്. ഹർ ഫാദർ സെഡ് യു ഷുഡ് ടേക്ക് യുവർ സ്റ്റഡീസ് മോർ സീരിയസ്ലി. Her father said that she should take her studies more seriously. ഷുഡ് എന്നുള്ളതിന് ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞു വുഡ് എന്നുള്ളതിന് ചേഞ്ച് സംഭവിക്കുന്നില്ല. അതേപോലെ ഇവിടെ ഷുഡ് എന്നുള്ളത് ഓൾറെഡി പാസ്റ്റ് ടെൻസ് ആണ്, അതുകൊണ്ട് ഇനി വീണ്ടും അതിനെ നമ്മൾ മാറ്റുന്നില്ല.
അപ്പോൾ യു എന്നുള്ളത് ഷീ എന്ന് മാക്കി എന്ന് മാത്രം. നോ ബാക്ക് ഷിഫ്റ്റ് ഓഫ് ദ ടെൻസസ് ഡൺ ഹിയർ. ഓക്കെ, അത് ഫോർ റീസെൻറ്റ് കോൺവെർസേഷൻസ് ഓർ ന്യൂസ് ഓർ യൂണിവേഴ്സൽ ട്രൂത്തിനൊക്കെ ആണെങ്കിൽ നമ്മൾ അതിന് ഒരു ചേഞ്ചും വരുത്താതെ നമ്മൾ എഴുതാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ദ ടീച്ചർ ടോൾഡ്, ടീച്ചർ സെറ്റ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. അതിന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതും? ദ ടീച്ചർ സെറ്റ് ദാറ്റ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് തന്നെയാണ് എഴുതുക. അതിലൂടെ ടെൻസ് മാറ്റേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ്സ് എ യൂണിവേഴ്സൽ ട്രൂത്ത്. ഓക്കെ, അതുപോലെ ഐ കാൻറ്റ് ഹെൽപ്പ് യു, ഹി സെറ്റ് ദാറ്റ് ഹി കാൻറ്റ് ഹെൽപ്പ് മീ. അവിടെ നമ്മളൊരു റീസെൻറ്റ് കോൺവെർസേഷൻ ഒക്കെ ആണെങ്കിൽ നമ്മളവിടെ ചേഞ്ച് വരുത്തേണ്ട ആവശ്യം വരുന്നില്ല. അതൊരു എക്സെപ്ഷണൽ കേസാണ്. അത് നിങ്ങൾക്ക് അത്ര സീരിയസ് ആയി എടുക്കണമെന്നൊന്നുമില്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റ് സ്പീച്ചിലുള്ള ക്വസ്റ്റ്യൻസ്, വാട്ട് ഡു യു വാണ്ട്, ഷീ ആസ്ക്ഡ്. ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡു യു വാണ്ട്, ഷീ ആസ്ക്ഡ്. അതെങ്ങനെ റിപ്പോർട്ട് ചെയ്യും? ട്രൈ ചെയ്ത് നോക്കൂ. ഷീ ആസ്ക്ഡ് മീ വാട്ട് ഐ വാണ്ടഡ്. ക്ലിയർ ആയോ? ഷീ ആസ്ക്ഡ് മീ. ഷീ സെഡ് എന്നല്ല, നേരത്തെ പറഞ്ഞ മാതിരി ഷീ സെഡ് ദാറ്റ് എന്ന് അങ്ങനെയല്ല വരിക. ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ ഷീ ആസ്ക്ഡ് എന്ന് കൊടുക്കണം. ഷീ ആസ്ക്ഡ് മീ വാട്ട് ഐ വാണ്ടഡ്. ക്വസ്റ്റ്യൻ ഫോം ചേഞ്ച് ടു സ്റ്റേറ്റ്മെന്റ്. സോ നോ ക്വസ്റ്റ്യൻ മാർക്ക് ഇസ് നീഡഡ്. റിപ്പോർട്ട് ചെയ്ത് എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടേണ്ട ആവശ്യം ഇല്ല. നെക്സ്റ്റ് സെന്റൻസ്, he asked, where did Sally go yesterday? Okay, try to change it. He asked where Sally had gone the day before or the previous day. Where Sally had gone. Did എന്നുള്ളത് had നിന്ന് മാറ്റി ഉപയോഗിക്കുന്നു. had gone എന്നാക്കി. നെക്സ്റ്റ്, ഡു യു ലൈക്ക് കോഫി? ഡു യു ലൈക്ക് കോഫി, ഷീ ആസ്ക്ഡ്. അടുത്ത സെന്റൻസ് ആണ്, ഡു യു ലൈക്ക് കോഫി, ഷീ ആസ്ക്ഡ്. ഇതെന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ? അവിടെ ക്വസ്റ്റ്യൻ ഫോം ഉണ്ടോ? വിച്ചോ, വാട്ടോ, വേറോ അങ്ങനെ ഒന്നുമില്ല. ഇത് എന്ത് ടൈപ്പ് ക്വസ്റ്റ്യനാ? യെസ്, എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഷീ ആസ്ക്ഡ് എന്ന് എഴുതിയതിനു ശേഷം ഇഫ് അല്ലെങ്കിൽ വെദർ എന്നുള്ള ഒരു വേർഡ് കൂടി നമ്മൾ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. എസ് ഓർ നോ ക്വസ്റ്റ്യൻസിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഷീ ആസ്ക്ഡ് ഇഫ് ഐ ലൈക്ഡ് കോഫി, അല്ലെങ്കിൽ ഷീ ആസ്ക്ഡ് വെദർ ഐ ലൈക്ഡ് കോഫി. ക്വസ്റ്റ്യൻ മാർക്കിന്റെ ആവശ്യം ഇല്ല. ക്ലിയർ ആയില്ലേ? ഇനി ഞാൻ കുറച്ച് ഇമേജസ് ഇടുന്നുണ്ട്. അതായത് ഇതിൻ്റെയൊക്കെ ഇപ്പൊ പറഞ്ഞതിൻ്റെയൊക്കെ റൂൾസ് ഒന്ന് എല്ലാം കൂടി ക്രോഡീകരിച്ചിട്ടുള്ള ഒരു കുറേ ഇമേജസ് ആണ്. നിങ്ങളത് നന്നായിട്ടൊന്ന് സൂം ചെയ്ത് നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതി വെക്കുക. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. വീണ്ടും ഈ വീഡിയോയിലുള്ള ഈ സെൻറ്റൻസുകൾ ഒന്ന് നോക്കി വീഡിയോ പോസ് ചെയ്ത് സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കറക്റ്റാണോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ 3 സ്റ്റെപ്സ് മറക്കണ്ട. ഒന്ന് കൊട്ടേഷൻ മാർക്ക് ഒഴിവാക്കുക എന്നുള്ളത്. പിന്നെ 3 സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് കൂടി പറയൂ. ചേഞ്ച് ദ പ്രൊനൗൺ, ബാക്ക് ഷിഫ്റ്റ് ദ ടെൻസ് ആൻഡ് ചേഞ്ച് ദ ടൈം ആൻഡ് പ്ലേസ് എക്സ്പ്രഷൻ. ഇനി എങ്ങനെയാണ് പ്രൊനൗൺസ് എങ്ങനെ മാറ്റുന്നുള്ളത് നമ്മൾ ലോജിക്ക് ഉപയോഗിച്ച് മാറ്റണം. പിന്നെ ടെൻസ് എങ്ങനെയാണ് മാറ്റുന്നതെന്നുള്ളതും ഞാൻ തന്നിട്ടുള്ള ഇമേജസിലുണ്ട്, അത് നോക്കുക. എന്നാൽ ഈ എക്സാമ്പിൾസിലൂടെ 1-2 പ്രാവശ്യം നിങ്ങൾക്ക് പോയി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വില്ലെന്നുള്ളത് വുഡാവുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്നും കൂടി വീഡിയോ ശ്രദ്ധിച്ച് കണ്ടു നോക്കിയാൽ എളുപ്പത്തിൽ മനസ്സിലാവും, ഉറപ്പാണ്. ഇത്രയേ ഉള്ളൂ റിപ്പോർട്ടർ സ്പീച്ചിൽ ചെയ്യാൻ. ഞാനൊരു 5 ക്വസ്റ്റ്യൻസ് കൂടി ഇതിനോടൊപ്പം തരുന്നുണ്ട്. അത് നിങ്ങൾ എഴുതിയെടുത്ത് റിപ്പോർട്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ആൻസേഴ്സും ഞാൻ ബാക്കി തരുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്ന് ഒന്നും കൂടി ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ബുക്കിലുള്ള റിപ്പോർട്ടർ സ്പീച്ചിൻ്റെ യാതൊരു ക്വസ്റ്റ്യൻസും ഒഴിവാക്കാതെ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഗ്രാമർ ബുക്സിലൊക്കെ ഇഷ്ടംപോലെ എക്സസൈസുകൾ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ റിപ്പോർട്ടർ സ്പീച്ച് ചെയ്യാനാവും. I hope this video is very useful to you and you enjoyed it. Okay, thank you very much for watching this video. ഇതിനെക്കുറിച്ചുള്ള നിങ്ങൾക്ക് എത്ര ആൻസേഴ്സ് മനസ്സിലായി എന്നുള്ളതും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ
ചോദിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.